ഞാൻ നിന്നെ ഉപദേശിക്കും. നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ നിന്നിൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. സ്വർഗരാജ്യത്തിലെ വിരുന്ന് ആസ്വദിക്കുവാൻ ആർക്കാണ് സാധിക്കുക? ചീത്ത കാര്യങ്ങളിൽ നിന്ന്, മോശമായ കാര്യങ്ങളിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ആദ്യപടിയാണ്. എനിക്ക് ഏറ്റവും പ്രയോജനമുള്ളതോ എനിക്ക് ഏറ്റവും വിലയുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി എൻ്റെ ജീവിതത്തിൽ സമയം മാറ്റിവെക്കുക എന്നുള്ളത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ദൈവമേ, എനിക്ക് ഏറ്റവും ഉപയോഗമുള്ള ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുവാൻ ഞാൻ വേണ്ടത്ര സമയം ഉപയോഗിച്ചില്ലല്ലോ. ദൈവമേ, നീ എന്നോട് ക്ഷമിക്കുക. ദൈവമേ, നീ എന്നോട് എനിക്ക് മാപ്പ് തരിക. ദൈവമേ, നീ എന്നെ രക്ഷിക്കുക. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാൻ ഈശോയിൽ സ്നേഹമുള്ളവരെ, 32-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ തിരുവചനത്തിൽ ദൈവം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കും: ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം, ഞാൻ നിന്നിൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ പാപങ്ങളൊക്കെ ഉപേക്ഷിച്ച് വലിയൊരു അഭിഷേകത്തിലേക്ക്, സൗഖ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമുക്ക് തുടർന്നുള്ള ജീവിതത്തിൽ നമ്മൾ നടക്കേണ്ട വഴികൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് കാണിച്ചു തരും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും നടക്കേണ്ട വഴികൾ നമുക്ക് കാണിച്ചു തരും. ലൂക്കായുടെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ, അവിടെ നമ്മളിങ്ങനെ വായിക്കും: അവനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ചു ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിലെനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനനെ, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും
എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ അരികിൽ കർത്താവിൻ്റെ കൂടെ നിന്നിരുന്ന ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ വലിയൊരു ആഗ്രഹം പറയുകയാണ്. ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ നിന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. സ്വർഗരാജ്യത്തിൽ നിന്നോടുകൂടെ ഇരുന്ന് വിരുന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ഇത് ഒരു ചെറുപ്പക്കാരൻ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു അവനോട് പറയുകയാണ്, സ്വർഗരാജ്യത്തിലെ വിരുന്ന് ആസ്വദിക്കുവാൻ നീ എന്ത് ചെയ്യണം? സ്വർഗരാജ്യത്തിലെ വിരുന്ന് ആസ്വദിക്കുവാൻ ആർക്കാണ് സാധിക്കുക? അത് വ്യക്തമാക്കുവാൻ യേശു ഒരു സംഭവം, ഒരു ഉപമ അവിടെ പറയുകയാണ്. ഇത് നമുക്ക് സുപരിചിതമായ ഒരു വചന ഭാഗമാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ, വിരുന്നിലിരിക്കണമെങ്കിൽ ആദ്യം ഒരു വ്യക്തി ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിലിരുന്ന് യേശുവിനോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവരാജ്യത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അതാണ് തുടർന്നു വരുന്ന വചനങ്ങളിലൂടെ ഈശോ വെളിപ്പെടുത്തുന്നത്. ഒരു വ്യക്തി ഒരു വിരുന്ന് ഒരുക്കിയതിനെക്കുറിച്ച് ഈശോ പറഞ്ഞു. എന്നിട്ട് ഈ വിരുന്നിലേക്ക് കുറെ ആളുകളെ വിളിച്ചു. അതിൽ പലരുമായിട്ട് വിരുന്നിൻ്റെ സമയമായപ്പോൾ ഒഴിവ് കഴിവുകൾ പറയാൻ തുടങ്ങി. അവർ പറഞ്ഞതൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെയാണ്. എല്ലാവരും പറഞ്ഞത് ന്യായമായ കാരണങ്ങളാണ്. ആരും ഒരു പാപകരമായ കാരണം അവിടെ പറയുന്നില്ല. എന്നാൽ അവർക്ക് വിരുന്ന് ആസ്വദിക്കുവാൻ കഴിയാതെ പോയി. അപ്പോൾ ഒരാൾ സ്ഥലം പരീക്ഷിക്കാൻ പോയി, ഒരാൾ കാളകളെ പരീക്ഷിക്കാൻ പോയി, ഒരാൾ വിവാഹം കഴിച്ചതേയുള്ളൂ. ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം സ്വാഭാവികമായ കാരണങ്ങളാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് യേശു അവരെ കുറ്റപ്പെടുത്തുന്നത്? ഇങ്ങനെ ജീവിതത്തിൽ ചെയ്താൽ നമ്മളിൽ പലർക്കും ദൈവരാജ്യം നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയുണ്ട്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമ്മുടെ സാധ്യത നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട്. കാരണം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പല നല്ല കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായി മാറേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും ഈ ജീവിതത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകളൊക്കെ ചീത്ത കാര്യങ്ങളിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ചീത്ത കാര്യങ്ങളിൽ നിന്ന്, മോശമായ കാര്യങ്ങളിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ആദ്യപടിയാണ്. ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ, യേശുവിനോടൊപ്പം വിരുന്നാസ്വദിക്കുവാനുള്ള യാത്രയിലെ ആദ്യപടിയാണ് ചീത്ത കാര്യങ്ങളെ ഒഴിവാക്കി നല്ലത് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. എന്നാൽ അതിൽ തന്നെ കുറച്ചുകൂടെ ഉയർന്ന ഒരു തലത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിലുള്ള പല നല്ല കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും എനിക്ക് പ്രയോജനമുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ചുറ്റും പ്രയോജനകരമായ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. നല്ല കാര്യങ്ങൾ ഒത്തിരിയേറെയുണ്ട്. അതിനിടയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും പ്രയോജനമുള്ളത്, എനിക്ക് ഏറ്റവും വിലയുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി എൻ്റെ ജീവിതത്തിൽ സമയം മാറ്റി വയ്ക്കുക എന്നുള്ളത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പം നമ്മളിൽ പലരും പലപ്പോഴും പരിശ്രമിക്കുന്നത് തെറ്റുകൾ ഒഴിവാക്കി നന്മകൾ ചെയ്യുവാൻ അല്ലെങ്കിൽ നല്ലത് തിരഞ്ഞെടുക്കാൻ മാത്രമാണ്. പക്ഷേ കൂടുതൽ അഭിഷേകത്തിലേക്ക്, കൂടുതൽ കൃപയിലേക്ക് കടന്നു വരണമെങ്കിൽ പല നല്ല കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അഭിഷേകം, ഒരു ജ്ഞാനം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനും
അദ്ദേഹം ഒരു ഡോക്ടർ കൂടെയാണ്. അദ്ദേഹം ലോകപ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ അലക്സിസ് കാരൽ. ഈ ഡോക്ടർ അലക്സിസ് കാരൽ ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. ഈ ഡോക്ടർ അലക്സിസ് കാരൽ, അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടിയ പുസ്തകം മാൻ ദി അൺനോൺ, അജ്ഞാതനായ മനുഷ്യൻ എന്ന പുസ്തകത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. 18ഓളം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ലോകപ്രശസ്തമായ ഒരു പുസ്തകമാണിത്, മാൻ ദി അൺനോൺ, അജ്ഞാതനായ മനുഷ്യൻ. സ്നേഹമുള്ളവരെ, ഇത്രയും ബുദ്ധിമാനായ ഈ ഡോക്ടർ, അദ്ദേഹം ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം വൈദ്യശാസ്ത്രത്തിലെ തന്നെ പല പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. രക്തധമനികൾ മുറിഞ്ഞാൽ അതിനുശേഷം വീണ്ടും അത് കൂട്ടിയോജിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്ന ഡോക്ടർ അലക്സിസ് കാരലാണ്. അതിനുശേഷമാണ് ഈ അവയവ മാറ്റിവെക്കിയ ശസ്ത്രക്രിയകളൊക്കെ ഇത്രയും വിജയകരമായി ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൽ ഒത്തിരി വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള അതിബുദ്ധിമാനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ അലക്സിസ് കാരൽ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ചെറിയ പുസ്തകമുണ്ട്. ആ പുസ്തകമാണ് ജേർണി ടു ലൂർദ്, ലൂർദിലേക്കുള്ള യാത്ര. ആ പുസ്തകം എഴുതുവാൻ കാരണമുണ്ട്. അദ്ദേഹം കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിലും യുക്തിചിന്തകൾ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. അദ്ദേഹം ബുദ്ധി പറയുന്നതനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഈ ഡോക്ടർ അലക്സിസ് കാരലിന് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം പ്രാർത്ഥിക്കാറില്ല. അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് പറയുമായിരുന്നു, ദൈവമുണ്ടെങ്കിൽ അത്ഭുതവുമുണ്ട്, എന്നാൽ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രശസ്തനായ ശാസ്ത്രജ്ഞനായ ഈ ഡോക്ടറിന് ലൂർദിലേക്ക് പോകാൻ ഒരവസരമുണ്ടാകുന്നത്. അങ്ങനെ പാരീസിൽ നിന്നും ലൂർദിലേക്ക് പോകുന്ന ട്രെയിനിൽ അനേകം രോഗികളെയും കൊണ്ട് ഈ ട്രെയിൻ ലൂർദിലേക്ക് പോവുകയാണ്. മാരകമായ രോഗങ്ങൾ ബാധിച്ച അനേകം രോഗികളെയും കൊണ്ട് ഈ ട്രെയിൻ ലൂർദിലേക്ക് പോകുമ്പോൾ അതിൽ യാത്ര ചെയ്യുന്ന രോഗികളെ ശുശ്രൂഷിക്കുവാൻ ഈ ഡോക്ടർ അലക്സിസ് കാരലിൻ്റെ സഹായം തേടുകയാണ്. അപ്പോൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന മേരി ഫെറാൻഡ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ മാരകമായി ക്ഷയം ബാധിച്ച് TB ബാധിച്ച് വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ ഇവൾ ചില സമയങ്ങളിൽ ശക്തമായ വേദന ഇവളുടെ ശരീരത്തിൽ അനുഭവപ്പെടും. അതുകൊണ്ട് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് മോർഫിൻ ഇഞ്ചക്ഷൻസ് കൊടുക്കണമായിരുന്നു. അതിന് ഈ അലക്സിസ് കാരലിൻ്റെ സഹായമാണ് അവർ തേടിയത്. അങ്ങനെ ഈ ഡോക്ടർ അലക്സിസ് കാരൽ ഈ മേരി ഫെറാൻഡിനെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുകയും മോർഫിൻ ഇഞ്ചക്ഷൻസ് അവൾക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ യാത്രക്കിടയിൽ ഈ ഡോക്ടർ അലക്സിസ് കാരൽ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു രോഗി സുഖപ്പെടുന്നത് കണ്ടാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാം, ഞാനൊരു സന്യാസിയായി മാറാം. ഇതുപോലെയുള്ളൊരു രോഗി സുഖപ്പെടുന്നത് കണ്ടാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാം, ഞാനൊരു സന്യാസിയായി മാറാം. അങ്ങനെ ഈ ട്രെയിൻ യാത്ര ലൂർദിലെത്തി. അപ്പോൾ ലോകപ്രസിദ്ധമായ ഈ ലൂർദിൽ അവിടെ ധാരാളമായിട്ട് രോഗികളെ കൊണ്ടുവരുന്ന സ്ഥലമാണ്, മാരകമായ രോഗം ബാധിച്ചവർ. അങ്ങനെ വരുന്ന രോഗികൾക്ക് അവിടെ താമസിക്കാൻ തന്നെ ഒരു വലിയ ആശുപത്രിയുണ്ട്. ലൂർദിൽ വലിയൊരു ആശുപത്രിയുണ്ട്. അവിടെ ഈ ആശുപത്രിയിൽ കൊണ്ടുവന്ന് രോഗികളൊക്കെ കിടത്തിയതിന് ശേഷമാണ് ചില സമയങ്ങളിൽ അവരെ മാതാവിൻ്റെ ഗ്രോട്ടോയിലേക്കും കുളത്തിലേക്കും പള്ളിയിലേക്കും ഒക്കെ കൊണ്ടുപോകാറുള്ളൂ. അങ്ങനെ ഈ വലിയ ആശുപത്രിയിൽ ഈ മേരി ഫെറാൻഡ് എന്ന് പറഞ്ഞ പെൺകുട്ടിയും കൊണ്ടുചെന്നു. അവളുടെ ശരീരത്തിൻ്റെ വേദനയും അവളുടെ മരണകരമായ വെപ്രാളവും ഒക്കെ കണ്ട് ഈ ഡോക്ടർ അലക്സിസ് കാരൽ പലപ്പോഴും ഉള്ളിൽ ചിന്തിച്ചു, എന്തു ക്രൂരതയാണ് ഈ പെൺകുട്ടിയോട് ചെയ്യുന്നത്. അവളുടെ വീട്ടിൽ കിടന്ന് വിശ്രമിക്കാനും നല്ലൊരു മരണത്തിന് വേണ്ടി ഒരുങ്ങാനും അവളെ അനുവദിക്കാതെ എന്തു ക്രൂരതയാണ് ചെയ്യുന്നതെന്ന് അലക്സിസ് കാരൽ
തൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ലൂർദിലെത്തി. തുടർന്ന് ആദ്യം ഈ മേരി ഫെറാണ്ടിനെ ആ ലൂർദിലുള്ള ഒരു കുളത്തിനരികിൽ കൊണ്ടുപോയി അവളുടെ ശരീരത്തിൽ അവിടുത്തെ ലൂർദിലെ വെള്ളമൊഴിച്ചു. പക്ഷേ സൗഖ്യമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ഡോക്ടർ അലക്സിസ് കാരൽ കൂടെ നിന്നവരോട് പറഞ്ഞു, ഇതൊക്കെ തട്ടിപ്പാണ്. അപ്പോൾ ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങൾ തട്ടിപ്പാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ആ ട്രെയിനിലുള്ള എല്ലാ രോഗികളുടെയും എല്ലാ വിവരങ്ങളും അതിൻ്റെ ഹിസ്റ്ററി അദ്ദേഹം എഴുതി വച്ചിരുന്നു. പ്രത്യേകിച്ച് മേരി ഫെറാണ്ടിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി മുഴുവനും ഈ ഡോക്ടർ അലക്സിസ് കാരൽ എഴുതി വച്ചിരുന്നു. കാരണം ലൂർദിൽ ചെന്ന് ഇവൾക്ക് സുഖപ്പെടാത്തത് കണ്ട് ലോകത്തോട് വിളിച്ചു പറയണം, അവിടെ നടക്കുന്നതൊക്കെ അവിടെ തട്ടിപ്പാണെന്ന് ലോകത്തോട് വിളിച്ചു പറയണം. അങ്ങനെയാണ് ഈ ഡോക്ടർ അലക്സിസ് കാരൽ അദ്ദേഹം ലൂർദിലെത്തുന്നത്. സ്നേഹമുള്ളവരെ, തുടർന്ന് ഈ പെൺകുട്ടിയെ ലൂർദിലെ ഗ്രോട്ടോയുടെ അരികിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് മേരി ഫെറാണ്ട് എന്ന പെൺകുട്ടി കടന്നു വരികയാണ്. ലോകപ്രസിദ്ധനായ ഈ നോബൽ സമ്മാന ജേതാവായ ഡോക്ടർ അലക്സിസ് കാരൽ തനിക്ക് വട്ടായി പോവുകയാണെന്ന് ചിന്തിച്ചു തുടങ്ങി. തനിക്ക് ഭ്രാന്തായി പോവുകയാണെന്ന് ചിന്തിച്ചു തുടങ്ങി. അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചൊക്കെ ചിന്തിച്ചു. തുടർന്ന് ഈ ഡോക്ടർ അലക്സിസ് കാരൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ ഡോക്ടർ അലക്സിസ് കാരൽ, ഈ ലോകപ്രസിദ്ധനായിട്ടുള്ള ഈ ശാസ്ത്രജ്ഞൻ, ഒരിക്കൽ ഈ പുസ്തകത്തെക്കുറിച്ച് അതിൻ്റെ മലയാള പരിഭാഷയുണ്ട്, ജേർണി ടു ലൂർദ്. അതിൽ ആ മലയാള പരിഭാഷ തയ്യാറാക്കിയ അടപ്പൂരച്ചൻ അതിലൊരു ആമുഖം സുകുമാർ അഴീക്കോടിനെ കൊണ്ടാണ് എഴുതിച്ചിരിക്കുന്നത്. സുകുമാർ അഴീക്കോട് പോലും, അദ്ദേഹം പോലും ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. മാൻ ദി അൺനോൺ. അദ്ദേഹം പോലും അലക്സിസ് കാരലിനെ വളരെയധികം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ സുകുമാർ അഴീക്കോട് പോലും ഇദ്ദേഹത്തിൻ്റെ ലോകപ്രസിദ്ധമായ മാൻ ദി അൺനോൺ അതുപോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. സുകുമാർ അഴീക്കോട് പോലും ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം അസാധാരണ സംഭവങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ഡോക്ടർ അലക്സിസ് കാരൽ അദ്ദേഹം ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ ഈ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അലക്സിസ് കാരൽ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവമേ, ഈ ലോകത്തിലെ ഉപയോഗശൂന്യങ്ങളായ എന്തുമാത്രം അറിവുകൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമയവും മാറ്റിവെച്ചത്. ഏറ്റവും ഉപയോഗമുള്ള എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് വേണ്ടി ഞാൻ കുറച്ചു സമയം പോലും മാറ്റിവെച്ചില്ലല്ലോ. ദൈവമേ, ഞാൻ നിന്നോട് മാപ്പപേക്ഷിക്കുന്നു. നീ എന്നോട് ക്ഷമിക്കണം, നീ എന്നെ രക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ലോകപ്രസിദ്ധനായ, ലോകത്തിലെ ബുദ്ധിമാന്മാർ, ബുദ്ധിശാലികൾ അംഗീകരിച്ച ഡോക്ടർ അലക്സിസ് കാരൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, ഡയറിക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരിക്കുക, യുക്തിചിന്തകളുടെയും അതുപോലെയുള്ള ഒത്തിരിയേറെ അറിവുകളുടെയും പുറകെ ഞാൻ അനേക വർഷങ്ങൾ പോയി ജീവിച്ചു. ലോകം അംഗീകരിച്ച് ഇത്രയേറെ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഡോക്ടർ അലക്സിസ് കാരൽ തന്റെ ഡയറിക്കുറിപ്പിൽ എഴുതിയിരിക്കുകയാണ്, ദൈവമേ, ഉപയോഗശൂന്യങ്ങളായ എത്രയോ അറിവുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിലെ നല്ല സമയങ്ങൾ ഞാൻ പാഴാക്കിക്കളഞ്ഞു. ദൈവമേ, എനിക്ക് ഏറ്റവും ഉപയോഗമുള്ള ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുവാൻ ഞാൻ വേണ്ടത്ര സമയം ഉപയോഗിച്ചില്ലല്ലോ. ദൈവമേ, നീ എന്നോട് ക്ഷമിക്കുക. ദൈവമേ, നീ എന്നോട് എനിക്ക് മാപ്പ് തരിക. ദൈവമേ, നീ എന്നെ രക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, ലോകപ്രശസ്തനായ ഈ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അലക്സിസ് കാരൽ പിന്നീട് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിനും ആത്മീയ കാര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറി. ഞാനിത് പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ കർത്താവ് ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചു.
ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുക എന്നുള്ള കാര്യം എളുപ്പത്തിൽ ആർക്കും സാധിക്കുന്ന കാര്യമല്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ള കാര്യം എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. അതിന് തീക്ഷ്ണമായ ആഗ്രഹവും ജീവിതത്തിന്റെ വളരെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പുകളും ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുവാൻ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആവശ്യമാണ്. അതാണ് യേശു ഉപമയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ലോകത്തിൽ നമുക്ക് പ്രയോജനകരമെന്ന് തോന്നുന്ന കുറെ അറിവുകളുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് പ്രയോജനകരമെന്ന് തോന്നുന്ന കുറെ സന്തോഷങ്ങളുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് പ്രയോജനകരമെന്ന് തോന്നുന്ന ഒത്തിരിയേറെ കാഴ്ചകളുണ്ട്. അതിൽ നിന്നും എനിക്ക് ഏറ്റവും ആവശ്യമുള്ളത് തെരഞ്ഞെടുക്കുവാൻ ഏത് വ്യക്തിക്ക് കഴിയുന്നു, അവർക്കാണ് ദൈവരാജ്യം ഉറപ്പായിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് കർത്താവ് തിരുവചനത്തിലൂടെ പറയുന്നത്. വയലിലേക്ക് പോയവർ തെറ്റ് ചെയ്യുന്നില്ല, കാളകളെ പരീക്ഷിക്കാൻ പോയവരും തെറ്റ് ചെയ്തിട്ടില്ല, വിവാഹത്തിന്റെ സന്തോഷങ്ങളിലേക്ക് പ്രവേശിച്ചവരും പാപം ചെയ്തിട്ടില്ല. പക്ഷേ അവർക്ക് വിരുന്ന് നഷ്ടമായി പോയി, അവർക്ക് വിരുന്ന് ആസ്വദിക്കാൻ സാധിക്കാതെ പോയി. അതാണ് അവരുടെ ജീവിതത്തിലെ ഫൂളിഷ്നെസ്, മണ്ടത്തരം എന്ന് പറയുന്നത്. അതാണ് നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഡോക്ടർ അലക്സിസ് കാരിൽ പോലും, ലോകപ്രസിദ്ധനായ ഈ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അലക്സിസ് കാരിൽ പോലും പിന്നീട് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഈ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, അലക്സിസ് കാരിൽ തന്റെ ഡയറി കുറിപ്പിൽ എഴുതിയിരിക്കുക, ദൈവമേ നീ എനിക്ക് മാപ്പ് തരണം, ദൈവമേ നീ എന്നോട് ക്ഷമിക്കണം, എന്റെ ജീവിതത്തിന്റെ എത്രമാത്രം സമയം ഞാൻ ഉപയോഗശൂന്യമായ അറിവുകൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു, ഏറ്റവും ഉപയോഗമുള്ള അറിവിന് വേണ്ടി എനിക്ക് മാറ്റിവെക്കാൻ സമയമില്ലാതെ പോയല്ലോ എന്ന് അദ്ദേഹം ദൈവത്തോട് മാപ്പപേക്ഷിക്കുക. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നൊരു ലക്ഷ്യം നമുക്കുണ്ടാകണം. അവനോടൊപ്പം വിരുന്നാസ്വദിക്കാൻ കഴിയുക എന്നൊരു ലക്ഷ്യം നമുക്കുണ്ടാകണം. അതിന് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പല നല്ലതിൽ നിന്നും ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ജ്ഞാനം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ വേണ്ട വിധം ഫലം പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്ത് ഇരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്ത് വന്നു. തന്നിമിത്തം അവൻ ഒരു തോണിയിൽ കയറിയിരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവ് തിരുവചനത്തിൽ പറയുകയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെവിയില്ലാത്തവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല എന്ന്. പിന്നെന്താണ് ദൈവം അവിടെ ഉദ്ദേശിക്കുക? ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ചെവിയില്ലാത്തവർക്ക് കേൾക്കാനാകില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ചെവിയുള്ള എല്ലാവർക്കും വചനം മനസ്സിലാക്കാൻ കഴിയത്തില്ല. ചെവിയുള്ള എല്ലാവർക്കും വചനം ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. അതാണ് യേശു പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം കേൾക്കാൻ, ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാൻ ചെവി തുറന്ന് കൊടുക്കാൻ മനസ്സുള്ളവരെ കുറിച്ചാണ് വചനം ഉദ്ദേശിക്കുന്നത്. ചെവി തുറന്ന് കൊടുക്കുവാൻ മനസ്സുള്ളവരെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഈ ഉപമ പലവട്ടം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. അവിടെ വഴിയരികിൽ വീണ വിത്തുകളെക്കുറിച്ച് പറയുന്നു, മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തുകളെക്കുറിച്ച് പറയുന്നു, പാറപ്പുറത്ത് വീണ വിത്തുകളെക്കുറിച്ച് പറയുന്നു, നല്ല നിലത്ത് വീണ വിത്തുകളെക്കുറിച്ച് സംസാരിക്കുന്നു. പലപ്പോഴും ഈ വചനം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. നമ്മൾ ധ്യാനിക്കുക പലപ്പോഴും വഴിയരികിൽ വീണ വിത്തുകൾക്ക് എന്ത് സംഭവിച്ചു,
പാറപ്പുറത്ത് വീണ വിത്തുകൾക്ക് എന്ത് സംഭവിച്ചു? മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തുകൾക്ക് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് സംഭവിച്ചു? അതൊക്കെയാണ് നമ്മൾ ധ്യാനിക്കാറുള്ളത്. എന്നാൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതൊന്നുമല്ല. ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നല്ല നിലത്ത് വീണ വിത്തുകൾക്ക് എന്താണ് സംഭവിച്ചത് അതേക്കുറിച്ചാണ്. നല്ല നിലത്ത് വീണ വിത്തുകളെ കുറിച്ച് നമ്മൾ ഒന്ന് ധ്യാനിച്ചാൽ, നല്ല നിലത്ത് വീണ വിത്തുകൾ അത് ഫലം പുറപ്പെടുവിച്ചപ്പോൾ പല വിധങ്ങളിലാണ് ഫലം പുറപ്പെടുവിച്ചത്. നല്ല നിലത്ത് വീണ വിത്തുകൾ പല വിധത്തിലാണ് ഫലം പുറപ്പെടുവിച്ച്. ചിലത് 30 മേനി, ചിലത് 60 മേനി, ചിലത് 100 മേനി. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് നല്ല നിലത്ത് വീണ വിത്തുകൾ പല വിധങ്ങളിൽ ഫലം പുറപ്പെടുവിച്ചത്? അതാണ് നമ്മുടെ ധ്യാന വിഷയം. എന്തുകൊണ്ട് ഈ വിത്തുകൾ പല വിധങ്ങളിൽ ഫലം പുറപ്പെടുവിച്ചു? ഈ വിത്തുകളുടെ ഉപമയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, വിതക്കാരൻ എന്ന് പറയുന്നത് യേശുവാണ്. യേശുവാണ് വിതക്കാരൻ. വിത്തെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ വിതക്കാരൻ യേശുവാണ്, വിത്ത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ വിത്തിന് യാതൊരു കുറവുമില്ല. എല്ലാ വിത്തും ഒരേപോലെയുള്ളതാണ്. വിതക്കാരൻ ഒരു വിത്തിനോടും കൂടുതൽ സ്നേഹം കാണിക്കത്തില്ല. വിതക്കാരൻ എല്ലാ വിത്തുകളോടും ഒരേപോലെയാണ് സ്നേഹം കാണിക്കുക. വിതക്കാരൻ യേശുവും ദൈവത്തിന്റെ വചനം വിത്തുമാണെങ്കിൽ, ഒരു കുറവുമില്ലാത്ത വിത്താണെങ്കിൽ, പിന്നെന്തുകൊണ്ടാണ് പല വിധങ്ങളിൽ അത് ഫലം പുറപ്പെടുവിച്ചത്? നല്ല നിലത്താണ് വീണതെങ്കിൽ പോലും പിന്നെന്തുകൊണ്ടാണ് അവയിൽ ചിലത് 30 മേനി മാത്രം പുറപ്പെടുവിച്ചത്? എന്തുകൊണ്ടാണ് അവയിൽ ചിലത് 60 പുറപ്പെടുവിച്ചത്? എന്തുകൊണ്ടാണ് അവയിൽ ചിലത് 100 മേനി പുറപ്പെടുവിച്ചത്? ഈ ഫലം പുറപ്പെടുവിക്കേണ്ട വ്യത്യാസം, അതിൻ്റെ കാരണം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ, വിത്തുകളെല്ലാം നല്ലതാണ്, വിതക്കാരൻ യേശുവുമാണ്. പിന്നെ എന്താ കാരണം? പിന്നെ ഒരു കാരണമുള്ളൂ. ഈ വിത്ത് വീണ മണ്ണിൻ്റെ ക്വാളിറ്റിയാണ് പ്രധാനം. ഈ വിത്ത് വീണ മണ്ണ് നല്ല നിലമായിരുന്നെങ്കിലും എല്ലായിടത്തെ മണ്ണും ഒരേ ക്വാളിറ്റി ഉള്ളതല്ലായിരുന്നു, ഒരേ ഗുണമേന്മയുള്ളതല്ലായിരുന്നു. ചില സ്ഥലങ്ങളിൽ നല്ല മണ്ണായിരുന്നു, നല്ല വളക്കൂറുള്ള മണ്ണായിരുന്നു. ചില സ്ഥലങ്ങളിൽ നല്ല മണ്ണാണെങ്കിലും അത്രയും വളക്കൂറില്ലായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഈ ചെടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പല മാലിന്യങ്ങളും വിഷങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഫലം പുറപ്പെടുവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്താ ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും നല്ല നിലത്ത് വീണ വിത്തുകളാണ്. നമ്മളെല്ലാവരും നല്ല നിലത്ത് വീണ വിത്തുകളും യേശു വിതക്കാരനുമാണെങ്കിൽ ഫലം കൂടുതലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ എന്താ ഒരു വ്യക്തി ചെയ്യേണ്ടത്? കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ ഒരു വ്യക്തി ചെയ്യേണ്ടത് മണ്ണിന്റെ ക്വാളിറ്റി കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മളാകുന്ന മണ്ണിന്റെ ക്വാളിറ്റി, ഗുണമേന്മ കൂട്ടിയെടുക്കുക, അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മളാകുന്ന മണ്ണിൽ യേശുവാകുന്ന വിതക്കാരൻ ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുമ്പോൾ, ആ ദൈവവചനമാകുന്ന വിത്ത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളാകുന്ന മണ്ണിൽ കലർന്നിട്ടുള്ള മാലിന്യങ്ങളെ നമ്മൾ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഈ വിത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പല മാലിന്യങ്ങളും നമ്മളാകുന്ന മണ്ണിൽ കിടപ്പുണ്ട്. അത് നമ്മൾ കണ്ടെത്തുകയും അവയെ വിശുദ്ധീകരിക്കുകയും യേശുവിൻ്റെ രക്തം കലർത്തി മണ്ണ് വിശുദ്ധീകരിക്കുകയും ചെയ്താൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മളാകുന്ന മണ്ണിനെയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകതകളെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ചേട്ടൻ, ഒരു തോമസ് ചേട്ടൻ, അദ്ദേഹം മണ്ണുത്തിയിൽ കാർഷിക സർവകലാശാല നടത്തുന്ന ഒരു കൃഷി പ്രദർശന തോട്ടത്തിൽ പോയി. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടൊരു കാഴ്ച ഒരു പടവലങ്ങ തോട്ടമായിരുന്നു. ഈ പടവലങ്ങ തോട്ടത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. നല്ല നീളമുള്ള പടവലങ്ങകൾ ഇങ്ങനെ കിടക്കുന്നു. അദ്ദേഹത്തിന് ഇതെങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നടണം എന്നൊരു വലിയ ആഗ്രഹമായി. ഈ തോമസ് ചേട്ടൻ കാർഷിക സർവകലാശാലയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അടുത്ത് എന്ന് ചോദിച്ചു, ഈ പടവലങ്ങികൾ അത് ഞങ്ങളുടെ വീട്ടിലുണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? അവർ പറഞ്ഞു, ഞങ്ങൾ നല്ല മുന്തിയ ഇനം വിത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ കിട്ടുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇവിടെയുണ്ട്, വാങ്ങാൻ കിട്ടും. അങ്ങനെ തോമസ് ചേട്ടന് സന്തോഷമായി. അദ്ദേഹം നല്ല വില കൊടുത്ത്
ഈ മുന്തി ഇനം വിത്തുകൾ വാങ്ങി. അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന് 1-2 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലമൊക്കെ വേണ്ടതുപോലെ ക്രമീകരിച്ച് അദ്ദേഹം ഈ പടവലങ്ങ കൃഷി തുടങ്ങി. സ്നേഹമുള്ളവരെ, അദ്ദേഹം പടവലങ്ങയൊക്കെ മുളച്ചു, നല്ല പന്തലൊക്കെ ഇട്ടു. അപ്പോൾ ഈ മണ്ണുത്തിയിൽ കണ്ടതുപോലെ പടവലങ്ങകൾ ഉണ്ടാവുകയാണെങ്കിൽ നല്ല ഉയരമുള്ള പന്തൽ വേണം. അതൊക്കെ അദ്ദേഹം ക്രമീകരിച്ചു, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അങ്ങനെ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. മനസ്സിൽ അദ്ദേഹം കണക്കുകൾ കൂട്ടി. അത്രയും വലുപ്പമുള്ള പടവലങ്ങകൾ ഉണ്ടാവുകയാണെങ്കിൽ തനിക്ക് നല്ലൊരു സമ്പാദ്യമുണ്ടാകും. അതൊക്കെ കണക്ക് കൂട്ടി. അങ്ങനെ പടവലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പക്ഷെ പടവലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, അത് വളരാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായ പടവലങ്ങകളൊക്കെ മുരിങ്ങാക്കോല് പോലെ ഇരിക്കുന്നു. അപ്പോൾ തോമസ് ഏട്ടന് വലിയ സങ്കടമായി. മണ്ണുത്തിയിൽ നല്ല വലുപ്പത്തിൽ വന്ന ഈ പടവലങ്ങകൾ എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ മുരിങ്ങാക്കോല് പോലെ? അവർ പറ്റിച്ച് കാണും, വിത്ത് തന്നതിൽ അവർ പറ്റിച്ച് കാണും. അങ്ങനെ തോമസ് ചേട്ടന് ഏറെ സങ്കടമായി. അദ്ദേഹം മണ്ണുത്തിയിൽ പോയി അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ പറ്റിച്ചു അല്ലേ? നല്ല മുന്തി ഇനം വിത്താണെന്ന് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ പറ്റിച്ചു. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ദേ ചെറിയ മുരിങ്ങാക്കോല് പോലെ ഇരിക്കുന്ന പടവലങ്ങ. അവർ പറഞ്ഞു, ഞങ്ങൾ താങ്കളെ പറ്റിച്ചില്ല. താങ്കൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് മണ്ണ് പരിശോധന നടത്തിയിരുന്നു. ഞങ്ങളിവിടെ മണ്ണ് പരിശോധന നടത്തിയതിന് ശേഷമാണ് കൃഷി ആരംഭിക്കുക. മണ്ണ് പരിശോധന നടത്തി ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ആ മണ്ണിലുണ്ടോ എന്ന് പരിശോധിക്കും. ചെടിയുടെ വളർച്ചയ്ക്ക് തടസ്സപ്പെടുത്തുന്നത് എന്തെങ്കിലും മാലിന്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കും. എന്നിട്ട് ആവശ്യമുള്ള വളം ചേർത്തും ആവശ്യമുള്ള മരുന്നുകൾ ചേർത്തും മണ്ണ് ക്രമീകരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കൃഷി ചെയ്യുക. താങ്കൾ അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ തോമസ് ചേട്ടൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് മുന്തിയ ഇനം വിത്താണെങ്കിലും അത് വേണ്ടതുപോലെ ഫലം പുറപ്പെടുവിക്കാതിരുന്നത് എന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ തോമസ് ചേട്ടൻ്റെ അനുഭവം നമ്മുടെയൊക്കെ കുടുംബത്തിലും വീടുകളിലൊക്കെ ഉണ്ട്. നമ്മൾ വല്ല ഊട്ടിയിലോ മൂന്നാറിലോ എവിടെയൊക്കെ പോകുമ്പോൾ നല്ല വലുതായി നിൽക്കുന്ന പൂക്കളൊക്കെ, റോസപ്പൂവോ അല്ലെങ്കിൽ നല്ല വലിയ പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള പെൺകുട്ടികൾ പ്രത്യേകിച്ച് അതിൻ്റെ കമ്പൊക്കെ ഒടിച്ച് വിത്തൊക്കെ എങ്ങനെയെങ്കിലും കട്ടെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരും, വീട്ടിൽ കൊണ്ടുവരും. അവിടെ നല്ല മത്തങ്ങ പോലെ നിന്നിരുന്ന റോസപ്പൂ നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അത് ചെറിയൊരു മച്ചിങ്ങ പോലെയാകും. നമ്മളും ചിന്തിക്കും, എന്താ സംഭവിച്ചത്? നമ്മളൊക്കെ ചെയ്യാറുള്ള കാര്യം. അവിടെ നല്ല വലുപ്പത്തിൽ കൊടൈക്കനാലും ഊട്ടിയിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ, ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ നല്ല കളറിലും വലുപ്പത്തിലൊക്കെ നിൽക്കുന്ന പല ചെടികളും നമ്മൾ അവിടെ നിന്ന് പലരും അത് മോഷ്ടിച്ചു കൊണ്ടുവരും. കമ്പുകളും വിത്തുകളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവരും. പക്ഷെ നമ്മുടെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ അത് ചെറിയ പൂവായി മാറുന്നു. സ്നേഹമുള്ളവർ, നമ്മളിൽ പലർക്കും ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ മണ്ണ് പരിശോധന നടത്തി ആ മണ്ണ് വേണ്ടതുപോലെ ക്രമീകരിക്കുമ്പോഴാണ് ആ വിത്തിന് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുക. ഇതുപോലെ നമ്മളാകുന്ന മണ്ണിൽ ഒത്തിരിയേറെ മാലിന്യങ്ങൾ കലർന്നിട്ടുണ്ട്. ഈ മാലിന്യങ്ങൾ കണ്ടെത്തി ഈ മാലിന്യങ്ങളെ യേശുവിൻ്റെ രക്തം കലർത്തി വിശുദ്ധീകരിച്ച് കഴുകി നമ്മളാകുന്ന മണ്ണിനെ വിശുദ്ധീകരിച്ചെടുത്താൽ കൂടുതൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞൻ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ നമ്മളാകുന്ന മണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മാറ്റം നടക്കണം, നമ്മുടെ മനസ്സിൽ മാറ്റം സംഭവിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 2-ാം തിരുവചനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ വചനം പറയും, നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ ദൈവഹിതം എന്താണെന്നും നല്ലതെന്താണെന്നും പ്രീതിജനകമായതെന്താണെന്നും പരിപൂർണമായതെന്താണെന്നും വിവേചിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുകയാണ്, മനസ്സിൽ നവീകരണം സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് 4 കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കും. 4 കാര്യങ്ങളാണ് വചനം പറയുന്നത്. മനസ്സിൽ നവീകരണം സംഭവിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ 4 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ആ വ്യക്തിക്ക് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്, ഞാൻ എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. രണ്ടാമതായിട്ട് വചനം പറയുകയാണ്, നല്ല കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. മനസ്സിൽ നവീകരണം സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് നല്ലത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും.
മൂന്നാമതായിട്ട് വചനം പറയുകയാണ് പ്രീതിജനകമായ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. നാലാമതായിട്ട് വചനം പറയുകയാണ് പരിപൂർണമായ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. മനസ്സിൽ നവീകരണം സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ 4 വാഗ്ദാനങ്ങളാണ് റോമാലേഖനം 12:2 നമുക്ക് വാഗ്ദാനം തരുന്നത്. 1, ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മൾ വളരും. 2, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമുക്ക് അഭിഷേകം ലഭിക്കും. 3, പ്രീതിജനകമായ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 4, പരിപൂർണമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളാകുന്ന മണ്ണ്, നമ്മളാകുന്ന നമ്മുടെ മനസ്സാകുന്ന ഈ മണ്ണ്, അവിടെ കലർന്നിട്ടുള്ള മാലിന്യങ്ങൾ, എങ്ങനെയാണ് അവിടെ മാലിന്യങ്ങൾ കലർന്നിട്ടുള്ളത്? നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കടന്നു വരുന്ന മാലിന്യങ്ങൾ ഉണ്ടാകാം. നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ മാലിന്യങ്ങൾ ഉണ്ടാകാം. അതോടൊപ്പം ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള മാലിന്യങ്ങൾ ഉണ്ടാകാം. ഈ മാലിന്യങ്ങളെ നമ്മൾ വിശുദ്ധീകരിച്ചെടുക്കേണ്ടതുണ്ട്. 1 പത്രോസ് 1:18 നമ്മളിങ്ങനെ വായിക്കും. 1 പത്രോസ് 1:18 വചനം പറയുകയാണ്, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടോ അല്ല, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താലത്രേ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, മാതാപിതാക്കളിൽ നിന്ന് വ്യർത്ഥമായ ജീവിത രീതികൾ മക്കളിലേക്ക് കടന്നു വരാം. സ്നേഹമുള്ളവരെ, ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യർത്ഥമായ ജീവിത രീതികൾ, വ്യർത്ഥമായ അനുഭവങ്ങൾ, മുറിവേറ്റ അനുഭവങ്ങൾ, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ കലർന്നിട്ടുള്ള മാലിന്യങ്ങളെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. യേശുവിൻ്റെ രക്തം കലർത്തി വിശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമ്മളാകുന്ന മണ്ണിൻ്റെ ക്വാളിറ്റി കൂട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവർ, നമ്മളാകുന്ന മണ്ണിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാനാകുന്ന മണ്ണ്, എൻ്റെ മനസ്സ്, എൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതകൾ, എൻ്റെ കുറവുകൾ, അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും എനിക്ക് സാധിച്ചാലാണ് എനിക്ക് അവിടെ ഒരു വിശുദ്ധീകരണം ആവശ്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു ധനികനായ യുവാവിനെ കുറിച്ച് നമ്മൾ വായിക്കും. അവിടെ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ അരികിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തികളിൽ ചുരുക്കം ചിലർ മാത്രമാണ് യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം വിഷാദത്തോടെ തിരിച്ചു പോയിട്ടുള്ളത്. യേശുവിൻ്റെ അരികിൽ വന്ന് സംസാരിച്ചതിന് ശേഷം വിഷാദത്തോടെ തിരിച്ചു പോയിട്ടുള്ള ചെറുപ്പക്കാരിൽ ഒരാളാണ് ഈ യുവാവ്. കൂടുതൽ പേരും യേശുവിൻ്റെ അരികിൽ വന്ന് സന്തോഷത്തോടെ തിരിച്ചു പോകുമ്പോൾ, യേശുവിൻ്റെ അരികിൽ വന്നിട്ട് വിഷാദത്തോടെ തിരിച്ചു പോയവരിൽ ഒരാളാണ് ഈ യുവാവ്. അതിൻ്റെ കാരണം, യേശുവിനോട് അവൻ ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശു പറഞ്ഞു, നീ കൽപ്പനകൾ പാലിക്കുക. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എല്ലാ കൽപ്പനകളും പാലിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ, ദൈവരാജ്യത്തിലേക്ക് പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ യേശു അവനെ സ്നേഹപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കുക. അവന് സമ്പത്തിനോടുള്ള മനോഭാവം ശരിയല്ലായിരുന്നു. അത് യേശുവിന് മനസ്സിലായി.
അപ്പോൾ യേശു അവനോട് പറഞ്ഞു, നിനക്കുള്ളത് വിറ്റ് നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവന് അത് സാധിച്ചില്ല. അതവൻ്റെ ഒരു കുറവാണെന്ന് അവൻ തെളിയിച്ചു. എങ്ങനെയാ തെളിയിച്ചത്? വിഷാദത്തോടെ യേശുവിൻ്റെ അരികിൽ നിന്ന് പോയിട്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ചെറുപ്പക്കാരന് തനിക്ക് ഇങ്ങനൊരു കുറവുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇങ്ങനൊരു കുറവ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ചെറുപ്പക്കാരൻ അറിയില്ലായിരുന്നു. കാരണം അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത്യാവശ്യമൊക്കെ പണമൊക്കെ മറ്റുള്ളവർ സഹായിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ഇങ്ങനൊരു കുറവ് തനിക്കുള്ള കാര്യം ആ ചെറുപ്പക്കാരൻ അറിഞ്ഞില്ല. യേശു പറഞ്ഞു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത്. അതായത് തനിക്ക് സമ്പത്തിനോടുള്ള മനോഭാവം ഒരു കുറവാണെന്ന് ആ ചെറുപ്പക്കാരൻ യേശു പറഞ്ഞു കൊടുത്തപ്പോഴാണ് മനസ്സിലാക്കിയത്. സ്നേഹമുള്ളവരെ, ഇതുപോലെ നമ്മളിൽ പലർക്കും ഇതൊരു കുറവാണെന്ന് നമ്മൾ തിരിച്ചറിയാതെ കൊണ്ടു നടക്കുന്ന പ്രത്യേകതകളുണ്ട്. ഇതൊരു കുറവാണെന്ന് ഞാൻ തിരിച്ചറിയാതെ കൊണ്ടു നടക്കുന്ന പ്രത്യേകതകൾ എനിക്കുണ്ട്. സാംസണ് ഇതൊരു കുറവാണെന്ന് സാംസൺ തിരിച്ചറിയാത്തൊരു പ്രത്യേക മനോഭാവം അയാൾക്ക് സ്ത്രീകളോടുണ്ടായിരുന്നു. അതാണ് അയാളെ ചതിച്ചത്. ദാവീദിന് ഇതൊരു കുറവാണെന്ന് ദാവീദ് തിരിച്ചറിയാത്ത പ്രത്യേകമായൊരു മനോഭാവം അയാൾക്ക് സൗന്ദര്യത്തോടുണ്ടായിരുന്നു. അതാണ് ദാവീദിനെ വഞ്ചിച്ചത്. ഏസാവിന് ഇതൊരു കുറവാണെന്ന് ഏസാവിന് തിരിച്ചറിയാനാകാത്തൊരു പ്രത്യേക മനോഭാവം ഭക്ഷണത്തോടുണ്ടായിരുന്നു. അതാണ് ഏസാവിന് വിനയായി മാറിയത്. യൂദാസിന് ഇതൊരു കുറവാണെന്ന് യൂദാസ് തിരിച്ചറിയാത്തൊരു പ്രത്യേകമായ മനോഭാവം സമ്പത്തിനോടുണ്ടായിരുന്നു. അതാണ് യൂദാസിന് വിനയായി മാറിയത്. സ്നേഹമുള്ളവരെ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ ഒരു കുറവാണെന്ന് തിരിച്ചറിയാത്ത പ്രത്യേകതകളുമായിട്ടാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാവരും ഇതൊരു കുറവാണെന്ന് തിരിച്ചറിയാത്ത പ്രത്യേകതകളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം നമ്മളെ സഹായിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുറവുകൾ കണ്ടെത്തുവാൻ സാധിക്കുക. ഇല്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും ജീവിതം മുമ്പോട്ട് പോവുകയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എളുപ്പവുമായിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമ്മളെ കൂടുതൽ അറിയേണ്ടതുണ്ട്. ഞാൻ എന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ കുറവുകളെ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഏതാനും യാത്രക്കാരെ കുറിച്ച് വായിച്ചു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ, അവരിങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ അങ്ങ് തീർന്നുപോയി. ഭക്ഷണം തീർന്നുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ അന്വേഷണം എന്തെങ്കിലും വിശപ്പിനുള്ളത് കിട്ടുമോ എന്നാണ് ഇവരുടെ അന്വേഷണം. വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചാണ് ഇവരിങ്ങനെ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുമ്പോട്ട് നടന്നു പോകുമ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു. ദൂരെ ഒരു സഞ്ചി കിടക്കുന്നു. അവർക്ക് വലിയ സന്തോഷമായി. അവർ ആ സഞ്ചിയുടെ അരികിലേക്ക് പെട്ടെന്ന് നടന്നു ചെന്നു. എന്നിട്ട് അവർ ആ സഞ്ചി തുറന്നു നോക്കി. സഞ്ചി തുറന്നു നോക്കിയപ്പോൾ സഞ്ചി നിറയെ വിലയേറിയ അമൂല്യമായ രത്നങ്ങളായിരുന്നു. പക്ഷേ അവരുടെ മുഖം വാടി. അവർ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നാണ് അന്വേഷിച്ചത്. അവർ ആ രത്നങ്ങൾ ഓരോന്നോരോന്നായി കൈകളിലെടുത്ത് വെറുപ്പോടുകൂടെ മരുഭൂമിയിൽ എറിഞ്ഞു കളഞ്ഞ് അവരുടെ യാത്ര തുടർന്നു. ഈ യാത്രക്കാരെ കുറിച്ച് എഴുതിയിട്ട് ഒരു ആത്മീയ പിതാവ് അതിന് താഴെ ഇങ്ങനൊരു ആശയം, മനോഹരമായ ചിന്ത എഴുതിയിരുന്നു. വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നന്വേഷിച്ചാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെ മുമ്പിലിട്ട് തരുന്ന അമൂല്യമായ രത്നങ്ങളുടെ പോലും വിലയറിയാതെ നമ്മളത് വലിച്ചെറിഞ്ഞു കളയും. എന്നിട്ട് ആത്മീയ പിതാവ് അതിലെഴുതിയിരിക്കുകയാണ്, എൻ്റെ വിശപ്പിനുള്ള എന്തെങ്കിലുമാണോ ഞാൻ അന്വേഷിക്കുന്നത്? ഒരു പ്രാവശ്യം സിനിമയ്ക്ക് പോകുമ്പോൾ എൻ്റെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നാണോ ഞാൻ അന്വേഷിക്കുന്നത്? ഒരു പ്രാവശ്യം ഫേസ്ബുക്കിൽ കയറുമ്പോൾ എൻ്റെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നാണ് അന്വേഷിക്കുന്നത്? ഒരു സിനിമാ പോസ്റ്റർ കാണുമ്പോൾ എൻ്റെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നാണ് അന്വേഷിക്കുന്നത്? ഒരു പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ എൻ്റെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നാണ് അന്വേഷിക്കുന്നത്? ഒരു പ്രാവശ്യം വാട്സാപ്പിൽ കയറുമ്പോൾ എൻ്റെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നത്? ആത്മീയപിതാവോടെ മനോഹരമായി എഴുതി വച്ചിരിക്കുക, ഈ ജീവിതത്തിൽ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് ജീവിതത്തിന് നല്ല സമയം പാഴാക്കി കളയുന്ന മനുഷ്യരാണ് ഈ ഭൂമിയിൽ കൂടുതൽ പേരും. ആത്മീയപിതാവ് എഴുതിയിരിക്കുന്ന സത്യം എത്രയോ വലിയ സത്യമാണ്. എത്ര പ്രായമായാലും, എത്ര വയസ്സായാലും, വാർദ്ധക്യത്തിലെത്തിയാൽ പോലും
എന്റെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് ജീവിതത്തിൽ എത്രയോ രാത്രികൾ പാഴാക്കുന്നു, എത്രയോ ദിവസങ്ങൾ പാഴാക്കുന്നു, എത്രയോ മാസങ്ങൾ പാഴാക്കുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ തന്നെ ജീവിതത്തെക്കുറിച്ച് ആത്മശോധന ചെയ്താൽ നമ്മളെ തന്നെ അതിശയിപ്പിക്കുന്ന പാഴാക്കി കളഞ്ഞിട്ടുള്ള ദിവസങ്ങളും വർഷങ്ങളും മാസങ്ങളും എത്രയധികമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പലപ്പോഴും എൻ്റെ വിശപ്പിനുള്ളതാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകുമ്പോൾ പോലും ഒരു വ്യക്തിയെ കാണുമ്പോൾ തൻ്റെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കുന്ന മനുഷ്യരുണ്ട്. ഇവിടെ വിശപ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചാണ് നടക്കുന്നതെങ്കിൽ മരണം വരെ അവരുടെ ജീവിതത്തിൽ ഏറെ സമയം അവർ പാഴാക്കി കളയും. ഇവിടെ വിശപ്പിനുള്ള അന്വേഷണങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ നമ്മൾ സൗഖ്യത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഞാൻ ആരാണെന്നും എൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും എൻ്റെ കുറവുകൾ എന്താണെന്നും ഉറച്ച ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് യേശുവിൻ്റെ രക്തം കലർത്തി നമ്മളാകുന്ന മണ്ണിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മ കൂട്ടിയെടുത്തില്ലെങ്കിൽ ഈ ജീവിതത്തിൽ ദൈവം ഇട്ടുതരുന്ന അമൂല്യമായ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ആത്മീയമായിട്ടുള്ള ഉൾക്കാഴ്ചകളെയും എല്ലാം നമ്മൾ വെറുതെ പാഴാക്കി കളയും. മരുഭൂമിയിലെ യാത്രക്കാരെ പോലെ വിശപ്പിനുള്ള എന്തെങ്കിലും തേടി നമ്മൾ യാത്ര തുടരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇവിടെ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രത്യേകതകൾ ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു കുറവാണെന്ന് ഞാൻ തിരിച്ചറിയാത്ത കുറെ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അത് ഞാൻ കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തി യേശുവിൻ്റെ രക്തത്താൽ കഴുകി ഞാൻ സൗഖ്യത്തിലേക്ക് കടന്നു വന്നാലേ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ, മനഃശാസ്ത്രം പഠിക്കുമ്പോൾ അതിൽ ജോഹാരി വിൻഡോ എന്ന് പറയുന്ന ഒരു ചെറിയ വളരെ എളുപ്പത്തിൽ പേഴ്സണാലിറ്റി, വ്യക്തിത്വം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ചെറിയ സിസ്റ്റമുണ്ട്, ജോഹാരി വിൻഡോ. നമ്മൾ ഈ ജോഹാരി വിൻഡോ പ്രകാരം വളരെ എളുപ്പമാണ്, വളരെ ലളിതമാണ്. അതിങ്ങനെയാണ്: ഒരു വ്യക്തിയുടെ പ്രത്യേകതകളെ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് എൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ജോഹാരി വിൻഡോയിൽ പറയാം 4 വിധത്തിൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് 4 വിധത്തിൽ നമ്മുടെ പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകത, അവർ പറയുന്ന ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്: ഈ ജീവിതത്തിൽ എൻ്റെ ചില പ്രത്യേകതകൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന്. പക്ഷെ മറ്റുള്ള ആർക്കും അറിയത്തില്ല ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന്. ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ അയൽപ്പക്കത്ത് ഒരു ചേട്ടന് ഒരു കാരുണ്യ ലോട്ടറി കോടിക്കണക്കിന് രൂപ കിട്ടി. 1 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപ ലോട്ടറി കിട്ടി. ഇപ്പോൾ ഈ അയൽപ്പക്കത്തെ ചേട്ടന് ലോട്ടറി കിട്ടിയെന്ന് നമ്മൾ അറിഞ്ഞു. ആ ചേട്ടനെ നമ്മൾ പിറ്റേ ദിവസം പള്ളിയിൽ പോകുന്ന വഴി കണ്ടു. ആ ചേട്ടനെ കണ്ട വഴി തന്നെ നമ്മൾ കെട്ടിപ്പിടിച്ചോ, ഓ കൺഗ്രാജുലേഷൻ, ദൈവം അനുഗ്രഹിച്ചല്ലോ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തോട് ഇതൊക്കെ പറഞ്ഞു. അതിനിടയിൽ നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ പറഞ്ഞു, ദൈവമേ, നീ ദുഷ്ടനെ പന പോലെയാണല്ലോ വളർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പം നമ്മളിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ കെട്ടിപ്പിടിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തോ, നിന്നെ ദൈവം അനുഗ്രഹിച്ചല്ലോ എന്ന് പുറത്ത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ചിന്തിക്കും, ദൈവമേ, നീ ദുഷ്ടനെ പന പോലെയാണല്ലോ വളർത്തുന്നത്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്, അസൂയ എന്നൊരു പുണ്യം എനിക്കുണ്ട്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതായത് ഈ ഒരു പ്രത്യേകത എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. അത് ഈ ലോകത്തിൽ മറ്റാർക്കും അറിയത്തില്ല. അപ്പോൾ അതാണ്, ഈ ജീവിതത്തിൽ എനിക്ക് മാത്രം അറിയാവുന്ന എൻ്റെ പ്രത്യേകതകളുണ്ട്. എനിക്ക് മാത്രം അറിയാവുന്ന കുറേ പ്രത്യേകതകളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നല്ലത് പറയുന്നു, അവരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, കൈ കൊടുക്കുന്നു. പക്ഷേ എനിക്കെൻ്റെ ഉള്ളിൽ അറിയാം ഞാൻ ആരാണെന്ന്, ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന്. എൻ്റെ ഉള്ളിൽ എന്താണ്, എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഉയർച്ചയിലും വളർച്ചയിലും പ്രതികരിക്കുന്നതെന്ന്, എൻ്റെ അയൽക്കാരുടെ ഉയർച്ചയിലും വളർച്ചയിലും എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ പ്രതികരിക്കുന്നത് എനിക്കറിയാം. സ്നേഹമുള്ളവരെ, ആ ഉള്ളുമായിട്ട് എനിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. ആ മനോഭാവമായിട്ട് എനിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതാരും നമുക്ക് തിരുത്തി തരാൻ പോകുന്ന കാര്യമല്ല. അവൾ ഒന്നാമത്തെ ഒരു മേഖല അതാണ്, ജോഹാരി വിൻഡോ പ്രകാരം. രണ്ടാമത്തെ ഒരു മേഖല ഇതാണ്, ജോഹാരി വിൻഡോ പ്രകാരം. അതായത് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ, ചില ചിന്തകൾ
എനിക്ക് എന്താണെന്നറിയില്ല, അതേസമയം മറ്റുള്ളവർക്കറിയാം ഞാൻ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ മറ്റുള്ളവർക്കറിയാം ഞാൻ എന്താണെന്ന്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോൾ അല്ലെ ചില ആൺകുട്ടികളെ കുറിച്ച് മറ്റുള്ളവരൊക്കെ പറയും, അവനൊരു വായ്നോക്കിയാണ്. പക്ഷെ ഈ വായ്നോക്കിക്ക് മാത്രം മനസ്സിലാവില്ല അവനൊരു വായ്നോക്കിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, അയാൾ മാത്രം അത് തിരിച്ചറിയുകയില്ല. എനിക്കിങ്ങനെ ഒരു കുറവുണ്ടെന്ന് അയാൾ മാത്രം തിരിച്ചറിയില്ല. എന്നാൽ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം, ആ കൂടെ പഠിക്കുന്നവർക്കറിയാം, ആ ഇടവകയിലുള്ള എല്ലാവർക്കും അറിയാം, മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഇയാൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടോ, ഇവൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടോ എന്ന് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇയാൾ മാത്രം തിരിച്ചറിയുന്നില്ല. അങ്ങനെ ചില പ്രത്യേകതകൾ നമ്മുടെ പേഴ്സണാലിറ്റിയിലുണ്ട്, വ്യക്തിത്വത്തിലുണ്ട്. അതായത് എനിക്ക് ചില പ്രത്യേകതകളുണ്ടെന്ന് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഞാൻ മാത്രം അതറിയുന്നില്ല. അങ്ങനെയുള്ള പ്രത്യേകതകൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ വ്യക്തിത്വത്തിലെ ചില പ്രത്യേകതകൾ അത് എനിക്കും അറിയാം, എൻ്റെ കൂടെയുള്ള മറ്റുള്ളവർക്കും അറിയാം. എനിക്കും അറിയാം, എൻ്റെ കൂടെയുള്ള മറ്റുള്ളവർക്കും അറിയാം എനിക്കിങ്ങനെ പ്രത്യേകതയുണ്ടെന്ന്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് നല്ല ഭയമുള്ളൊരു വ്യക്തിയാണ്. ഞാനിങ്ങനെ പകലൊക്കെ നല്ല സിംഹത്തെ പോലെ ധീരനായിട്ട് നടക്കും, പക്ഷെ രാത്രിയായാൽ, ഇരുട്ടായാൽ പിന്നെ ഞാൻ ഇങ്ങനെ പതുങ്ങി വളരെ ആരെങ്കിലുമൊക്കെ കൂട്ടുവേണം. ഒരിക്കൽ ഒരു യുവാവിനെ കുറിച്ച് കേട്ടു. അവൻ പകൽ സമയം അവൻ്റെ സംസാരം കേട്ടാൽ അവൻ്റെ അത്രയും ധൈര്യമുള്ള ആരും ഈ ലോകത്തിലില്ല. പക്ഷെ രാത്രിയായാൽ അവൻ 2 കൊന്ത ഉപയോഗിക്കും, 2 ജപമാലകൾ ഉപയോഗിക്കും. എന്തിനാണ്? ഒരു ജപമാലയാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്, കഴുത്തിൽ ഇങ്ങോട്ട് മുമ്പോട്ടിടും. ഇവൻ മാത്രം ഒരു കാര്യം കൂടെ ചെയ്യും. രാത്രിയായാൽ ഒരു കൊന്ത പുറകിലേക്കും ഇടും. പിശാച് മുന്നിൽ നിന്ന് വന്നാലും പുറകിൽ നിന്ന് വന്നാലും തടയാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ചില ആളുകളുണ്ട്. രാത്രിയാകുമ്പോൾ സ്വഭാവം മാറും. രാത്രിയാകുമ്പോൾ പേടിയായി, അസ്വസ്ഥതയായി, പ്രശ്നങ്ങളായി. അത് കൂടെയുള്ളവർക്കൊക്കെ അറിയാം, ഇയാൾ ഇങ്ങനെ ഒരു പേടിത്തൂറനാണ്, ഇവൾ ഇങ്ങനെ ഒരു പേടിത്തൂറിയാണെന്ന് മറ്റുള്ളവർക്കൊക്കെ അറിയാം. അത് ജീവിതത്തിലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം എനിക്കിങ്ങനെ പ്രത്യേകതകളുണ്ടെന്ന്. 4ാമത്തെ പ്രത്യേകത, ഈ ജോഹാരി ഇവന്റ് പ്രകാരം 4ാമത്തെ നമ്മുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിലെ പ്രത്യേകതകളാണ്, ചില കാര്യങ്ങൾ എനിക്കും അറിയത്തില്ല, മറ്റുള്ളവർക്കും അറിയത്തില്ല. എനിക്കിങ്ങനൊരു കുറവുണ്ടെന്നോ എനിക്കും അറിയത്തില്ല, മറ്റുള്ളവർക്കും അറിയത്തില്ല. അതായത് യേശു സംസാരിച്ച ആ യുവാവിൻ്റെ പ്രത്യേകത അങ്ങനെയൊരു പ്രത്യേകതയായിരുന്നു. അയാൾക്കും അറിയില്ലായിരുന്നു, അയാളുടെ നാട്ടുകാർക്കും അറിയില്ലായിരുന്നു ഇങ്ങനൊരു പ്രത്യേകത അയാൾക്കുണ്ടെന്ന്. കാരണം ആ നാട്ടുകാരൊക്കെ ആ യുവാവിനെക്കുറിച്ച് നല്ലതാ ചിന്തിച്ചിരുന്നത്. കാരണം അത്യാവശ്യം സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കൽപ്പനകളൊക്കെ ലംഘിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇയാൾക്ക് സമ്പത്തിനോടൊരു മനോഭാവം ഉണ്ടെന്ന് മറ്റാരും അറിഞ്ഞിരുന്നില്ല. അയാളും അത് കരുതിയില്ല, എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്കിങ്ങനൊരു കുറവുണ്ട്, സമ്പത്തിനോടുള്ളൊരു മനോഭാവം എൻ്റെ ശരിയല്ല എന്ന് അയാളും തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷേ യേശു പറഞ്ഞത് സത്യമാണെന്ന് അയാൾ തെളിയിച്ചു. എങ്ങനെ? വിഷാദിച്ച് യേശുവിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെ ഈ 4 തലങ്ങളിൽ ഒരു വ്യക്തിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. തന്നെ വളരെ ലളിതമായിട്ട് ഒരു വ്യക്തിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്താണ് നമുക്കിതിൽ നിന്ന് പ്രയോജനമുള്ളത്? നമുക്കിതിൽ നിന്ന് പ്രയോജനമുള്ളത്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവരാജ്യത്തിൽ യേശുവിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, വിരുന്നാഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ നമ്മുടെ കുറവുകളെ അതിജീവിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ കുറവുകളിൽ നിന്ന് നമ്മൾ മോചനം നേടേണ്ടതുണ്ട്, വിശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതായത് എനിക്ക് മാത്രം അറിയാവുന്ന ചില തിന്മകൾ എന്നിലുണ്ട്. എൻ്റെ ചിന്തകളുടെ പോരായ്മകൾ, എന്നെ അലട്ടുന്ന ജഡികമായ ആസക്തികൾ, മറ്റുള്ളവരെ നോക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള എൻ്റെ കണ്ണുകളുടെ പ്രത്യേകതകൾ, അതോടൊപ്പം എൻ്റെ ചിന്തകളിലുള്ള പ്രത്യേകതകൾ, മറ്റാരും അറിയാത്ത അസൂയ, അതുപോലുള്ള പലതും എന്നിലുണ്ട്. അവയെ നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. 2ാമത്തെ മേഖല, നമുക്ക് പരിചയമുള്ള, നമ്മളെ വളർത്താൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരോട് നമ്മളെക്കുറിച്ച് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്നെക്കുറിച്ച് എൻ്റെ കൂട്ടത്തിലുള്ളവരോട്, എന്നെ വളർത്താൻ ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സിനോട്, മാതാപിതാക്കളോട്, സുഹൃത്തുക്കളോട് ചോദിച്ച് നമ്മുടെ കുറവുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 3ാമത്തെ മേഖല, എനിക്കും മറ്റുള്ളവർക്കും അറിയാവുന്നത്,
ദൈവസന്നിധിയിൽ സമർപ്പിച്ചും നല്ല കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനകളിലൂടെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. 4-ാമത്തെ മേഖല, ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കണ്ടെത്തണം, ദൈവമേ ഞാൻ ആരാണ്, എൻ്റെ കുറവെന്താണ് എന്നെനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ദൈവരാജ്യത്തിൽ യേശുവിനോടൊപ്പം ഇരുന്ന് വിരുന്നാഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ആ വ്യക്തിയുടെ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പുകളാകണമെങ്കിൽ ആ വ്യക്തി കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായി മാറേണ്ടതുണ്ട്. ആ വ്യക്തി കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായി മാറണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുമാകുന്ന മണ്ണിൽ കലർന്നിട്ടുള്ള മാലിന്യങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ മാലിന്യങ്ങളെ യേശുവിൻ്റെ രക്തം കലർത്തി വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിൻ്റെ സൗഖ്യത്തിലൂടെ നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. അങ്ങനൊരു സൗഖ്യത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാൻ സാധിക്കും. നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മാറ്റം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ മണ്ണിൽ കലർന്നു കിടക്കുന്ന മാലിന്യങ്ങൾ, മുറിവേറ്റ ഓർമ്മകളുണ്ട്, വേദനിപ്പിക്കുന്ന ഓർമ്മകളുണ്ട്, ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകളുണ്ട്, നമ്മൾ അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ മാരകമായ പാപങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മാലിന്യങ്ങളെ നമ്മൾ യേശുവിൻ്റെ രക്തം കലർത്തി വിശുദ്ധീകരിച്ചാലേ നമുക്ക് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുവാനുള്ള ജ്ഞാനം ലഭിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് അപ്പോൾ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. ദൈവം ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.